സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ജീവിതകഥാ സെഗ്മെന്റിലെ നമ്മുടെ സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണ ബ്രോയാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അരിയണ്ണനാണ് ഇന്ന് ജീവിതകഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ജീവിതകഥ മീൻസ് നമുക്ക് സീക്രട്ട് ഏജന്റിന്റെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പലരുടെയും ജീവിതകഥ പറഞ്ഞതൊക്കെ എടുത്തിട്ട് അലക്കിയ ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ സീസണിലെ നമ്മുടെ മിഥുന്റെ ഒക്കെ. സോ എന്തായാലും ഈ ഒരു ജീവിതകഥയിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ അല്ലെങ്കിൽ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് തള്ളിയ എലമെന്റുകൾ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരു കമന്റ് ഞാൻ കണ്ടു. ആ കമന്റിനാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ വന്നത്. ഞാൻ ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് ഇങ്ങനെ തടി കുറച്ച ഒരു സംഭവമൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നതുകൊണ്ടാണെന്ന് ഏതോ ഒരു ഇതിൽ അദ്ദേഹം ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, ഈ തടി കുറച്ച സംഭവത്തിനെ പറ്റിയൊക്കെയുള്ള. സോ അത് അപ്പം പിന്നെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകുന്നു. മീൻസ് 110 കിലോ 40 കിലോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടാകുന്നത്. യെസ്. അപ്പം ആ ഒരു ഫോട്ടോ, അതായത് സീക്രട്ട് ഏജന്റിന്റെ പഴയ ആ ഒരു ഫോട്ടോ നമ്മൾ ഇവിടെ കൊടുക്കാം. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ഒരു തടി കുറയ്ക്കാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. തടി ഒരു മോശം കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ പലരും അത് വെച്ച് മീൻസ് ബുദ്ധിമുട്ടുന്നവരുണ്ട്. മീൻസ് അത് ആ ഒരു സംഭവം വെച്ച് ബുദ്ധിമുട്ടുന്നത്. സോ അവർ ഒബ്വിയസ്ലി അതുകൊണ്ട് തടി കുറയ്ക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നതാണ്. അല്ലാണ്ട് തടി ഒരു മോശം കാര്യമൊന്നും ഒരിക്കലും മോശം കാര്യമൊന്നുമല്ല. സോ എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു കാര്യം തള്ളല്ല, സത്യമാണ്. ഇപ്പൊ നമ്മള് ലൈഫ് സ്റ്റോറിയിൽ പലരുടെയും ലൈഫ് സ്റ്റോറിയിലാണല്ലോ കാര്യങ്ങൾ മാറി പറഞ്ഞു വന്നത്. എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ ലൈഫ് സ്റ്റോറി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനുമായിട്ടുള്ള ആ ഒരു അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അച്ഛനോട് സംസാരിക്കാനുള്ളൊരു പേടി കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത്, അത് ഒന്നുകൊണ്ടായിരിക്കില്ല. ഇപ്പം ഒരു ആൺമക്കളും അച്ഛനും തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് അത് വേറൊരു വൈബാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഒന്നും പറയലുണ്ടാവില്ല, ഒരു സ്നേഹപ്രകടനമോ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടാവില്ല. പക്ഷെ അവർ തമ്മിലൊരു ഇന്റർ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഇവിടെ സീക്രട്ട് ഏജന്റിന്റെ കാര്യത്തിൽ അച്ഛനുമായിട്ട് ഒരു ഡയറക്റ്റ് സംസാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് തന്നെ ആ ഒരു ഇത് പിന്നെ ഗൾഫിൽ നിന്ന് വന്നു പോകുന്ന മീൻസ് വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു രീതിയിൽ എന്നുള്ള രീതിയിലാണ്, തുറന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സീക്രട്ട് ഏജന്റ് പറഞ്ഞു. സീക്രട്ട് ഏജന്റ് ഈ കാര്യം പറയുമ്പോഴാണ്, അതായത് നമ്മുടെ കാറിലിരുന്ന് ഒരു വിധം ആൾക്കാരുടെ ജീവിതകഥയും എല്ലാം പറഞ്ഞ് അതില് പിന്നെ ഓരോ പെർസ്പെക്റ്റീവ് അദ്ദേഹം പറയുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ റിലേഷൻ, അതായത് നമ്മുടെ ആ ഒരു ബന്ധങ്ങളിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന, നമുക്ക് പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതങ്ങനെയാണ്. അതിപ്പോൾ ഞാനും ഇങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്ത് തരേണ്ടതെന്ന് അറിയില്ല, അതങ്ങനെയാണ്. നമുക്ക് പലരുടെയും ജീവിതമായിട്ട് ഈ ഒരു സംഭവം റിലേറ്റ് ചെയ്യാൻ പറ്റും, അച്ഛന്മാരോടുള്ള ഒരു സംഭവം. സോ അതാണ് അദ്ദേഹം ബേസിക്കലി പറഞ്ഞത്. ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ കൊതിക്കുന്നതിന് ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം അച്ഛൻ അറിയണം. അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സംഭവം ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ പിന്നെ മീൻസ് പുള്ളി എങ്ങനെ എടുക്കും അത് ആ ഒരു രീതിയിൽ മനസ്സിലാവും എന്നുള്ള രീതിയിലൊക്കെയാണ് സീക്രട്ട് ഏജന്റ് ബ്രോ പറഞ്ഞത്. എന്തായാലും അതായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി. വേറെ അങ്ങനെ ഓവർ സെന്റിമെന്റൽ ട്രാക്കിലൊന്നും അല്ല ഈ ഒരു ലൈഫ് സ്റ്റോറി കൊണ്ടായത്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും മീൻസ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതം, വൈഫ്, അവരുടെ ജീവിതം, ബാംഗ്ലൂർ ജീവിതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഈ ഒരു ലൈഫ് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. എന്തായാലും ലൈഫ് സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്യല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പം ഈ ഒരു സംഭവം പറയാനായിരുന്നു, അതായത് വെയിറ്റ് ലോസിന്റെ അദ്ദേഹം അത്യാവശ്യം നല്ല മീൻസ് അത്യാവശ്യം 110 കിലോയിൽ നിന്ന് വെയിറ്റ് കുറച്ച ഒരു വ്യക്തി തന്നെയാണ്. ആ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അത് തള്ളൊന്നല്ല എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതാണ് ഇപ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഗെയിമും കംപ്ലീറ്റ്ലി മാറുകയാണ്. പക്ഷെ എനിക്ക് സീക്രട്ട് ഏജന്റിന്റെ ഒരു ഗെയിമിനോട് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീക്രട്ട് ഏജന്റ് ആയാലും ബിഗ് ബോസിൽ മീൻസ് ഗ്രൂപ്പ് കളിയെ പറ്റിയൊക്കെ കുറെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പം കംപ്ലീറ്റ്ലി ബിഗ് ബോസ് സീസൺ 6 വൈൽഡ് കാർഡുകൾ മൊത്തം ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാനിപ്പുലേഷൻ ആവാം, ബാക്കിയുള്ളവരെ കൊണ്ട് കളിപ്പിക്കുന്നത്, അതൊക്കെ ഒരു ഗെയിമറിന്റെ ഗെയിമൊക്കെ തന്നെ ആവാം. പക്ഷെ ഇത് പക്ക ഒരു ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്യണമെന്ന് ഉറപ്പിച്ച് ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുന്ന പോലെ പലപ്പോഴും ഫീൽ ചെയ്യുന്നു. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് അത് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഒബ്വിയസ്ലി ബിഗ് ബോസിൽ ഗ്രൂപ്പൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതാണ്, ഒരാൾ നമുക്ക് വേണം എപ്പോഴും. അതായത് ഇപ്പോൾ ഈ ആരായാലും നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ അല്ലെങ്കിൽ നമ്മളെ വിലയിരുത്താൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, അത് ഏത് കാര്യത്തിലായാലും.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാം. ചെറിയൊരു വീഡിയോ ആണ്, ഈ ഒരു സംഭവം ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അരി എണ്ണ വെച്ച് അരി ഉണ്ടാക്കാം അല്ലേ.